സംസ്ഥാനത്തെ SIR അതിൻ്റെ പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകുമ്പോൾ നവംബർ ആദ്യ ആഴ്ച മുതൽ ഞങ്ങൾ പങ്കുവെച്ചുകൊണ്ടിരുന്ന ഉത്കണ്ഠകളെ ഇപ്പോഴും ബലപ്പെടുത്തുന്ന രീതികളിലൂടെയാണ് ഇലക്ട്രൽ ഓഫീസർ അടങ്ങുന്ന ടീം ഇടപെട്ടുകൊണ്ടിരിക്കുന്നത്. ഏറ്റവും അവസാനം വോട്ടർമാരുടെ അപേക്ഷകൾ, പരാതികൾ, പരിഭവങ്ങൾ ഒക്കെ പരിഹരിക്കാനുള്ള തീയതി ഡിസംബർ 22-ാം തീയതി തീരും എന്നായിരുന്നു അറിയിച്ചതെങ്കിൽ അതിപ്പോൾ ഡിസംബർ 30-ലേക്ക് മാറ്റിവെച്ചിട്ടുണ്ട്. ഡിസംബർ 30 കൊണ്ട് ഒന്നാം ഘട്ടം അവസാനിച്ചതിന് ശേഷം പിന്നീടുള്ള ഫെബ്രുവരി 14 വരെയുള്ള സമയങ്ങളിലാണ് ഈ വോട്ടർമാരുടെ മറ്റ് ചില പരാതികളും മറ്റും ഇലക്ടറൽ രജിസ്ട്രേഷൻ ഓഫീസറുടെ മുന്നിലേക്ക് കാര്യങ്ങൾ എത്തിക്കേണ്ടത്. അവിടെ വെച്ച് പരാതികളും പരിഭവങ്ങളും 14 ദിവസത്തിനകം തീർക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ അത്തരം ആളുകൾ ഡിസ്ട്രിക്ട് ഇലക്ടറൽ ഓഫീസറുടെ മുന്നിലേക്ക് ഈ വിഷയങ്ങളെ എത്തിക്കണം. അവിടെയും കഴിഞ്ഞില്ലെങ്കിൽ ഈ പറയുന്ന ചീഫ് ഇലക്ടറൽ ഓഫീസർ സംവിധാനത്തിൻ്റെ മുന്നിലാണ് കാര്യങ്ങൾ എത്തേണ്ടത്. ചുരുക്കത്തിൽ ഒന്നാം ഘട്ടം പൂർത്തീകരിക്കാൻ പോകുമ്പോൾ തന്നെ ചീഫ് ഇലക്ടറൽ ഓഫീസർ തന്നെ നമ്മളെ അറിയിച്ചിരിക്കുന്നത് ഏതാണ്ട് 24 ലക്ഷത്തോളം ആളുകൾ പുതിയ വോട്ടർ പട്ടികയിൽ നിന്ന് വെട്ടിമാറ്റപ്പെടുമെന്നാണ്. അതിനോടൊപ്പമാണ് 1,30,000 ആളുകളുടെ പേരുകളിലും മറ്റുമുള്ള ചില സംശയങ്ങൾ ഇപ്പോഴും ദൂരീകരിക്കാൻ കഴിയാതിരിക്കുന്നത്. നോക്കൂ, തെരഞ്ഞെടുപ്പുകളിൽ പരമാവധി ജനങ്ങളെ വോട്ടർമാരാക്കിക്കൊണ്ട് സുതാര്യമായ തെരഞ്ഞെടുപ്പുകൾ നടത്തിക്കുക എന്ന ഭരണഘടനാപരമായ ഉത്തരവാദിത്വമാണ് ഇലക്ഷൻ കമ്മീഷൻ നടപ്പിലാക്കേണ്ടതെങ്കിൽ നിലവിൽ വോട്ടർമാർക്ക് കൂടുതൽ കടമ്പകൾ സൃഷ്ടിക്കുന്ന തരത്തിലേക്ക് കേരളത്തിൽ പോലും കാര്യങ്ങൾ മാറി മറിയുന്നു. അതുകൊണ്ടാണ് 2,78,00,000 വരുന്ന വോട്ടർമാരുടെ വോട്ടർ പട്ടിക പുനഃപരിശോധിക്കുമ്പോൾ അവരുടെ എണ്ണത്തിൽ 24,80,000 കുറവുണ്ടാകുന്നു. മറ്റൊരു രീതിയിൽ പറഞ്ഞാൽ നിലവിലുള്ള ഇലക്ട്രൽ സംവിധാനം സജീവമായി തീരുമ്പോൾ 2,54,40,000 വോട്ടർമാർ മാത്രമായി കേരളത്തിൽ ചുരുങ്ങിപ്പോകുന്നു എന്ന ഗൗരവതരമായ പ്രശ്നം ഇവിടെ ഉദിക്കുകയാണ്. നോക്കൂ, കേരളത്തിലെ സെൻസസ് എടുത്ത് പരിശോധിച്ചാൽ 2011 കേരളത്തിലെ മൊത്തം ജനസംഖ്യ 3,34,00,000 2023 എത്തിയപ്പോൾ ജനസംഖ്യ വർദ്ധിച്ചു, 3,57,80,000 2024 ഏറ്റവും പുതിയ കണക്കുകൾ പറയുന്നത് നമ്മുടെ സംസ്ഥാനത്ത് 3,59,20,000 ജനങ്ങൾ ഉണ്ട്. അപ്പോൾ പടിപടിയായി കേരളത്തിലെ ജനസംഖ്യ വർദ്ധിക്കുന്നു. സ്വാഭാവികമായി പടിപടിയായി കേരളത്തിലെ വോട്ടർമാരുടെ എണ്ണം വർദ്ധിക്കേണ്ട സാഹചര്യത്തിലാണ് 2,78,00,000 നിന്നും കേരളത്തിലെ വോട്ടർമാർ 2,54,000 ചുരുങ്ങുന്നത്. ഇത് വളരെ ഗൗരവതരമായ ചില സൂചനകൾ നമുക്ക് നൽകുന്നുണ്ട്. നോക്കൂ, ഉത്തർപ്രദേശിൽ സർക്കാരിൻ്റെ കണക്കിൽ പറഞ്ഞാൽ ഏകദേശം 2.25 കോടി ആളുകൾ വോട്ട് ചെയ്യാൻ കഴിയാത്ത സാഹചര്യം അവിടെ സൃഷ്ടിക്കപ്പെടുന്നു. മധ്യപ്രദേശിൽ ഏകദേശം 50 ലക്ഷത്തോളം. കേരളത്തിലെ കാര്യമെടുത്താൽ രാജ്യത്തെ തന്നെ ഏറ്റവും ചെറിയ സംസ്ഥാനങ്ങളിലൊന്ന്, അവിടെ ഏകദേശം 8.5% ആളുകൾക്ക് പല കാരണങ്ങളാൽ വോട്ട് ചെയ്യാൻ കഴിയാത്ത സാഹചര്യം ഉണ്ടാകുന്നു എന്ന് പറഞ്ഞാൽ ഞങ്ങൾ തുടക്കം മുതൽ പറയുന്നത് പോലെ സംസ്ഥാനത്തിൻ്റെ രാഷ്ട്രീയ തീരുമാനങ്ങളെ മൊത്തത്തിൽ അട്ടിമറിക്കാൻ ഇട നൽകുന്നതാണ് ഇത്രയധികം വോട്ടർമാർ വോട്ടർ പട്ടികയിൽ നിന്ന് പുറത്താക്കപ്പെടുന്ന സാഹചര്യം. ഇവിടെയാണ് ഇലക്ഷൻ കമ്മീഷൻ സുതാര്യമല്ലാത്ത തരത്തിൽ പ്രവർത്തിക്കുന്നുവെന്ന് കമ്മ്യൂണിസ്റ്റ് പാർട്ടികളുടെ ഗ്രൂപ്പും കോൺഗ്രസിനോടൊപ്പം നിൽക്കുന്ന ഐക്യജനാധിപത്യ മുന്നണിയിലെ മുഴുവൻ രാഷ്ട്രീയ പാർട്ടികളും ആവർത്തിച്ച് പറയുന്നത്. BJP ഒഴിച്ചുള്ള രാഷ്ട്രീയ പാർട്ടികൾ ഒറ്റക്കെട്ടായി കേരളത്തിൽ പോലും ചീഫ് ഇലക്ടറൽ ഓഫീസറുടെ നേതൃത്വത്തിൽ നടപ്പാക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന SIR-ന്റെ വിഷയത്തിൽ കഴിഞ്ഞ നാളുകളിൽ ഉയർത്തിയ അതേ ഉത്കണ്ഠകൾ ഒട്ടും കുറവല്ലാത്ത തരത്തിൽ ഇപ്പോഴും സജീവമായിക്കൊണ്ടിരിക്കുമ്പോൾ കേവലമായി തീയതികൾ മാറ്റിവെച്ചുകൊണ്ട് ഈ പ്രശ്നം പരിഹരിക്കാനുള്ള ശ്രമങ്ങൾ വലിയ പ്രതിസന്ധി ഉണ്ടാക്കുന്നു എന്ന് മാത്രമല്ല, നോക്കൂ, തിരുവനന്തപുരം ജില്ലയിൽ നിന്നുള്ള 3 പ്രാവശ്യം MP ആയ ഒരു നേതാവ്, മുൻ MP ആണ് അദ്ദേഹം ഇന്ന്, അദ്ദേഹത്തിന് പോലും വോട്ടർ പട്ടികയിൽ പേര് നിലനിർത്താൻ പാസ്പോർട്ടുമായി
പാസ്പോർട്ടിന്റെ ഒറിജിനൽ കോപ്പിയുമായി നേരിട്ട് വില്ലേജ് ഓഫീസിൽ എത്തണമെന്ന് നിർദ്ദേശം കിട്ടിയിരിക്കുന്നു എന്ന് പറഞ്ഞാൽ സാധാരണക്കാരുടെ പ്രശ്നം എന്തായിരിക്കും? ഒരു സാധാരണക്കാരനെ സംബന്ധിച്ചിടത്തോളം അയാൾ വോട്ടെടുക്കുന്ന ദിവസം അയാൾ തൊഴിൽ മാറ്റിവെച്ച് അയാൾ വോട്ട് ചെയ്യാൻ പോകുമ്പോൾ അയാൾക്ക് ആ വേതനം കൊടുക്കുവാൻ നമ്മുടെ തൊഴിൽ നിയമം നിർബന്ധിക്കുന്നുണ്ട്, അത് അടിവരയിടുന്നുണ്ട്. അങ്ങനെയെങ്കിൽ വോട്ടർമാരുടെ സ്വന്തം കാരണത്താൽ അല്ലാതെ അവരുടെ പേരുകളിൽ സംഭവിച്ചിട്ടുള്ള ചില പോരായ്മകൾ 2002 അടിസ്ഥാനപ്പെടുത്തിയുള്ള അനാരോഗ്യകരമായി SIR നടപ്പാക്കാനുള്ള തീരുമാനത്തിന്റെ പേരിൽ ഒരു സാധാരണ മനുഷ്യന് ഈ വിഷയം പരിഹരിക്കുന്നതിന് വേണ്ടി, തൻ്റെ വോട്ടവകാശം സംരക്ഷിക്കുന്നതിന് വേണ്ടി തൻ്റെ മറ്റൊരു തൊഴിൽ ദിനം കൂടി നഷ്ടപ്പെടുത്തി ഓഫീസുകളിൽ കയറി ഇറങ്ങണം എന്ന് നമ്മുടെ ചീഫ് ഇലക്ടറൽ ഓഫീസർ പറയുമ്പോൾ അത്തരം സാധാരണക്കാരുടെ ഒരു ദിവസത്തെ വേതനം കൂടി കൊടുക്കുവാൻ ഇലക്ഷൻ കമ്മീഷൻ തയ്യാറായിരുന്നുവെങ്കിൽ ഈ വിഷയം ഒരുപക്ഷെ ആരോഗ്യകരമായി പരിഹരിക്കപ്പെടുമായിരുന്നു. ചുരുക്കത്തിൽ കേരള സംസ്ഥാനത്തിന്റെ തെരഞ്ഞെടുപ്പ് വ്യവഹാരങ്ങളിൽ ഏറ്റവും വലിയ തടസ്സങ്ങൾ ഉണ്ടാക്കും വിധം, ജനങ്ങളുടെ തീരുമാനങ്ങളെ അട്ടിമറിക്കാനുള്ള സാഹചര്യങ്ങളെ സജീവമാക്കും വിധം സംസ്ഥാനത്ത് പുതിയ തെരഞ്ഞെടുപ്പ് പട്ടിക നിലവിൽ വരുമ്പോൾ ഏകദേശം 25 ലക്ഷം ആളുകൾക്ക് വോട്ടവകാശം അവരുടെ കാരണത്താൽ അല്ലാതെ നഷ്ടപ്പെടുന്നുവെങ്കിൽ അതിന് മറുപടി പറയുവാൻ ചീഫ് ഇലക്ടറൽ സംവിധാനം, ഇലക്ഷൻ കമ്മീഷൻ, അതിൻ്റെ ഭാഗമായി കേരളത്തിൽ പ്രവർത്തിക്കുന്ന CEO സംവിധാനം, ഇതിനൊക്കെ തീരുമാനമെടുക്കാൻ നിർബന്ധിക്കുന്ന BJPയുടെ കേന്ദ്ര നേതൃത്വം മറുപടി പറയാൻ ബാധ്യസ്ഥമാണ്. അങ്ങനെ മറുപടി പറയിക്കാൻ കഴിയുന്ന മലയാളികൾ ഈ വിഷയത്തിൽ വളരെ ഗൗരവതരമായി ഈ വിഷയത്തെ നോക്കിക്കാണുന്നുണ്ട്. രാഷ്ട്രീയ പാർട്ടികൾ ഇതൊരു വെല്ലുവിളിയായി ഏറ്റെടുത്തിട്ടുണ്ട് എന്നാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്.